എല്ലാവർക്കും ഹായ്, ഇത് ഫോണി ഹെലൻറ്റ ആണ്. ഇന്നത്തെ കഥയുടെ പേർ ഒരു പുതിയ ലോകം എന്നാണ്. മനപാഠ വാക്യം ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നുള്ളതാണ്. അത് ഇങ്ങനെ പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇന്നത്തെ സന്ദേശം ദൈവം സ്നേഹമാണ് എന്നത് താൻ സൃഷ്ടിച്ച എല്ലാറ്റിലും എഴുതിയിരിക്കുന്നു എന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭയങ്കര ഇരുട്ടുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരിടത്തും വെളിച്ചമില്ല. ദൈവം നമ്മുടെ ലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അത് അങ്ങനെയായിരുന്നു. ദൈവം ഇരുണ്ടതും വെള്ളം കൊണ്ട് നിറഞ്ഞതുമായ സ്ഥലത്തേക്ക് നോക്കി. ഭൂമിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സമയമായി. പിന്നെ ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. പെട്ടെന്ന് ഒരു പ്രകാശമുണ്ടായി. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർപെടുത്തി. ദൈവം വെളിച്ചത്തിനു പകൽ എന്നും ഇരുട്ടിന് രാത്രി എന്നും പേരിട്ടു. ഇത് സൃഷ്ടിയുടെ 1-ാം ദിവസമായിരുന്നു. ദൈവം ഭൂമിയെ നോക്കി. ഭൂമി വെള്ളം കൊണ്ട് മൂടിയിരുന്നു. ദൈവം കൽപ്പിച്ചപ്പോൾ വെള്ളം 2-ആയി പിളർന്നു. ആകാശമുണ്ടായി. ഇത് സൃഷ്ടിയുടെ 2-ാം ദിവസമായിരുന്നു. ദൈവം വെള്ളം കൊണ്ടിറഞ്ഞ ലോകത്തെ നോക്കി. ദൈവം കൽപ്പിച്ചതുപോലെ അത് സംഭവിച്ചു. ദൈവം വെള്ളത്തിനു സമുദ്രം എന്നും ഉണങ്ങിയ നിലത്തിനു ഭൂമി എന്നും പേരിട്ടു. ദൈവം കരയെയും കടലിനെയും നോക്കി അത് നല്ലതാണെന്ന് കണ്ടു. ദൈവം പിന്നെയും ഭൂമിയിൽ നിന്നു പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. ദൈവം സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും നോക്കി അത് നല്ലതാണെന്ന് കണ്ടു. ഇത് സൃഷ്ടിയുടെ 3-ാം ദിവസമായിരുന്നു. ദൈവം ആകാശത്തേക്ക് നോക്കി. പകലും രാത്രിയും വേർതിരിക്കാൻ ആകാശത്ത് വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അവർ ഭൂമിയെ പ്രകാശിപ്പിക്കുകയും കാലങ്ങൾ, ദിവസങ്ങൾ, വർഷങ്ങൾ എന്നിവ അടയാളപ്പെടുത്തുകയും ചെയ്യും. ദൈവം പിന്നെ 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. പകൽ സമയത്ത് ഏറ്റവും തിളക്കമുള്ള പ്രകാശം സൂര്യനായിരുന്നു. രാത്രിയിൽ പ്രകാശിക്കുന്നതിൽ തിളക്കം കുറഞ്ഞ വെളിച്ചം ചന്ദ്രനായിരുന്നു. ദൈവം നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി. അത് നല്ലതാണെന്ന് കണ്ടു. ഇത് സൃഷ്ടിയുടെ 4-ാം ദിവസമായിരുന്നു. ദൈവം പറഞ്ഞു, സമുദ്രങ്ങളും നദികളും ജീവജാലങ്ങളെക്കൊണ്ട് നിറയട്ടെ. പക്ഷികൾ അവയുടെ പാറ്റുകൾ കൊണ്ട് അന്തരീക്ഷത്തെ നിറയ്ക്കട്ടെ. ദൈവം വെള്ളത്തിൽ വസിക്കുന്ന എല്ലാ ജീവികളെയും നോക്കി. ദൈവം പക്ഷികളെയും നോക്കി. എല്ലാം നല്ലതെന്നു ദൈവം പറഞ്ഞു. ഇത് സൃഷ്ടിയുടെ 5-ാം ദിവസമായിരുന്നു. ദൈവം കൽപ്പിച്ചു, ഭൂമി ജീവജാലങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും കാറ്റുമൃഗങ്ങളെയും ഉളവാക്കട്ടെ. ദൈവം അവരെ നോക്കി അവ നല്ലവയാണെന്ന് കണ്ടു. പിന്നെ ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കാം. ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പേരുകുവിൻ എന്നു പറഞ്ഞു. ഭൂമിയിൽ നിറഞ്ഞു അതിനെ ഭരിക്കുവിൻ. വിത്ത് കായ്ക്കുന്ന എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളുടെ ഫലങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്നു. എല്ലാ ജീവജാലങ്ങളെയും എല്ലാ പച്ചസസ്യങ്ങളെയും ഞാൻ ആഹാരമായി നൽകുന്നു. ദൈവം താൻ ഉണ്ടാക്കിയതെല്ലാം നോക്കി അത് വളരെ നല്ലതായിരുന്നു. ഇത് സൃഷ്ടിയുടെ 6-ാം ദിവസമായിരുന്നു. ദൈവം 6 ദിവസം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു. ദൈവം അതിനെ മനോഹരമാക്കി തീർത്തപ്പോൾ അതിനെ പരിപാലിക്കാൻ ആദാമിനും ഹവ്വായ്ക്കും കൊടുത്തു. ദൈവം ഇന്നും നമ്മെ സ്നേഹിക്കുന്നതിനാൽ അത്ഭുതകരമായ ദാനങ്ങൾ നൽകുന്നു. പ്രകൃതിയിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവൻ സൃഷ്ടിച്ച കാര്യങ്ങളിൽ കൂടെ പ്രകടമാണെന്ന് നമുക്ക് ഓർമ്മിക്കാം. ഈ പോഡ്കാസ്റ്റ് വായിക്കുന്നത് ഗ്രേസ് ലിങ്ക് നെതനുവേണ്ടി ഫ്രിനിറ്റ് ബഡ്ഡിയാണ്. ഫാൽവോ ഫൗളർ സൃഷ്ടിച്ചതും നിർമ്മിച്ചതും ആണ്. ഫെയ്ത്ത് ടോവൽ പിസോയിൽ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച പോസ്റ്റ്
ക്ലെയ്തൻ കിനി ആനിമേഷൻ, ഓഡിയോ എഞ്ചിനീയർ ജിയോഗു ഗോദോയ് എന്നിവരുടെ കലാസൃഷ്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഗ്രേസ് ലിങ്ക് നെത് സന്ദർശിക്കുക.